നമസ്കാരം. പുടിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ് അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം നോക്കിക്കണ്ടത്. കാരണം ട്രംപിന്റെ താരിഫ് യുദ്ധം നിലനിൽക്കുമ്പോഴായിരുന്നു അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഇരുവരുടെയും കൂടിക്കാഴ്ച, അതായത് മോദി പുടിൻ കൂടിക്കാഴ്ച നടന്നത്. വെറും കൂടിക്കാഴ്ചയല്ല, ഇന്ത്യക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതുമായിരുന്നത്. സോവിയറ്റ് കാലഘട്ടം മുതലുള്ള ബന്ധത്തിന് ഇന്ത്യയും റഷ്യയും ഇന്നും പ്രതിജ്ഞാബദ്ധരാണ് എന്ന സൂചനയാണ് ഉഭയകക്ഷി ഉച്ചകോടിയിലൂടെ ലോകത്തിന് നൽകിയത്. പുടിനെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് ആഗോള പ്രാധാന്യമുള്ള ഒരു പങ്കാളിയുണ്ട് എന്ന് ലോകത്തെ കാണിക്കുവാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇത്. ആയുധം തരുന്ന റഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഒപ്പം വ്യാപാര പങ്കാളിയായ അമേരിക്കയെയും പിണക്കാതിരിക്കുകയും വേണം ഇന്ത്യക്ക്. 23ാമത് വാർഷിക ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശന വേളയിൽ ഊർജ സഹകരണം, സിവിൽ ആണവ പങ്കാളിത്തം, നിർണായക ധാതു വിതരണ ശൃംഖലകൾ, വ്യവസായ പ്രാദേശികവൽക്കരണം എന്നിവയിലൂന്നിയുള്ള ഒരു പുതിയ യുഗത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് പ്രകടമായത്. ശുദ്ധമായ വൈദ്യുതിക്കും സുരക്ഷിതമായ വിതരണ ശൃംഖലയ്ക്കുമുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം ഇരു രാജ്യങ്ങളെയും ഒരു ബഹുധ്രുവ ശുദ്ധോർജ ക്രമം നിർമ്മിക്കുന്നതിനുള്ള സംയുക്ത ദൗത്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഊർജ ആവശ്യകത കുതിച്ചുയരുകയാണ്. വരുന്ന ദശകത്തിൽ ആഗോള ഊർജ ആവശ്യകതയുടെ വളർച്ചയിൽ രാജ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് പ്രവചനം. നിലവിൽ ഇന്ത്യയുടെ വൈദ്യുതി രംഗം ഒരു വലിയ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. 2025 അവസാനത്തോടെ മൊത്തം സ്ഥാപിത ശേഷി 500 കവിഞ്ഞ് ഇതിൽ 51% ഫോസിൽ ഇതര സ്രോതസ്സുകളിൽ നിന്നാണ്. 2025 ആദ്യ പകുതിയിൽ ശുദ്ധമായ വൈദ്യുതിയുടെ ഉത്പാദനം റെക്കോർഡായിരുന്നു. ഇതിന് കാരണം സൗരോർജം, കാറ്റ് എന്നിവയിലെ വലിയ നേട്ടങ്ങളാണ്. എന്നാൽ പുനരുപയോഗ ഊർജത്തിന് മാത്രം ഇന്ത്യയുടെ അടിസ്ഥാന ഊർജ ആവശ്യകതയും വ്യാവസായിക ആവശ്യങ്ങളും പൂർണ്ണമായി നിറവേറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആണവോർജം അനിവാര്യമായത് തുടർന്നു. 2047 ആണവശേഷി 100 2047 ആണവശേഷി ഉയർത്താനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിൽ റഷ്യയുമായുള്ള പങ്കാളിത്തത്തിന് തന്ത്രപരമായ പ്രാധാന്യം വർദ്ധിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സഹകരണം എന്നത് ഊർജ സുരക്ഷയും സ്ഥിരതയുള്ള കുറഞ്ഞ കാർബൺ വിതരണവും പെട്ടെന്നുള്ള ഡീകാർബണൈസേഷനും ഉറപ്പാക്കുന്നുണ്ട്. ഡിസംബർ ഉച്ചകോടി ചെറുകിട മോഡുലാർ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനും ഇന്ത്യയിൽ ആണവോർജ ഉപകരണങ്ങളുടെ പ്രാദേശിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും മുൻഗണന നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ പ്രാദേശികവൽക്കരണം മേക്ക് ഇൻ ഇന്ത്യ കാഴ്ചപ്പാടിന് നിർണായകമാണ്. കാറ്റാടി യന്ത്രങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ബാറ്ററി സംഭരണം, ആണവ നിലയ ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ശുദ്ധമായ ഊർജ സാങ്കേതിക വിദ്യകൾക്ക് ധാതുക്കൾ അത്യാവശ്യമാണ്. ലോകത്തിന്റെ അപൂർവ ഭൂമിശേഖരത്തിന്റെ ഏകദേശം 6% ഇന്ത്യക്ക് ഈ സാങ്കേതിക വിദ്യകൾക്ക് വിശ്വസനീയമായ വിതരണക്കാരനാകാൻ കഴിയും. 2025 ഓഗസ്റ്റിൽ അപൂർവ ഭൂമി, നിർണായക ധാതു വേർതിരിച്ചുകൾ എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുണ്ട്. ഈ കരാറിൽ ലിഥിയം, നിക്കൽ, കൊബാൾട്ട്, അപൂർവ ഭൂമി മൂലകങ്ങൾ തുടങ്ങിയ നിർണായക ധാതുക്കളിലുടനീളമുള്ള സാങ്കേതിക കൈമാറ്റം, ആധുനിക ഖനന സാങ്കേതിക വിദ്യ എന്നിവ ഉൾപ്പെടുന്നു. ഈ ലക്ഷ്യത്തെ അടിവരയിടുന്ന ഒരു സുപ്രധാന നീക്കമെന്ന നിലയിൽ പ്രതിവർഷം 6000 മെട്രിക് ടൺ ലക്ഷ്യമിടുന്നു. അപൂർവ ഭൂമി സ്ഥിര കാന്തങ്ങളായ ആഭ്യന്തര ഉത്പാദന ശേഷി സ്ഥാപിക്കുന്നതിന് $815.7 മില്യൺ പദ്ധതിക്ക് ഇന്ത്യ അംഗീകാരം നൽകിയിട്ടുണ്ട്.